ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ LDC തിരുവനന്തപുരം ജില്ലയുടെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ചു. അതേപോലെ തന്നെ നിലവിൽ നമ്മുടെ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു, സാറേ 75 ഹോട്ട് ടോപ്പിക്സ് എത്ര ചോദ്യങ്ങൾ വന്നിരുന്നു, അതേപോലെ തന്നെ 75 ഹോട്ട് ടോപ്പിക്സ് പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് എത്ര മാർക്ക് ഇനി കിട്ടും, ഇനി ഇത് പഠിച്ചാൽ മതിയോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ആക്ച്വലി എന്തിനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ അന്ന് നമ്മൾ പറഞ്ഞാണ് ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സ്. അതേപോലെ തന്നെ ഇനി മുന്നോട്ടേക്ക് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. നിങ്ങളുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഒരു റാങ്ക് ഫയലും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ആണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയായിരുന്നു ശരിക്കും LDC തിരുവനന്തപുരം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു റാങ്ക് ഫയൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു 75 ഹോട്ട് ടോപ്പിക്സ് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവന് കിട്ടിയ മാർക്ക് എത്രയായിരിക്കും എന്നുള്ളതും അതേപോലെ തന്നെ അവന് ഏതൊരു ലെവലിലേക്ക് എത്തി എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ലെവലിൽ, അതായത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്തു, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തു, അതേപോലെ ഈ 75 ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്തു, റിവിഷൻ ചെയ്തു. ഇത്രയും ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് 65 മാർക്കിന് മുകളിലേക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഈ പറയുന്ന 100 റാങ്കിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്താവുന്ന ഒരു ലെവലിലേക്കുള്ള ഒരു മാർക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നതായിരിക്കും ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത ഏകദേശം 30 ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് പോലും 55 മാർക്ക് വരെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന LDC തിരുവനന്തപുരത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഏറ്റവും അവസാനമായിട്ടാണ് വന്നത്. അപ്പോൾ അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാറേ ഇത് ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമില്ല, റിവിഷൻ ചെയ്യാനുള്ള ടൈമും ഇല്ല, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് നേരത്തെ തന്നെ നോട്ട്സ് കൊടുത്ത് ആ നോട്ട്സ് ഇരുന്ന് പഠിക്കാനായിട്ട് പറഞ്ഞ് ആ നോട്ട്സും അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ പെട്ടെന്ന് ഓടിച്ചിട്ടൊക്കെയാണ് കണ്ടു തീർത്ത് അവർ പോയത്. അവർക്കാണ് ഈ പറയുന്ന 55 മാർക്കിന് മുകളിലേക്ക് കിട്ടിയത്. അപ്പോൾ അത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് വിളിച്ചും മെസ്സേജ് അയച്ചും പറഞ്ഞത്. ഏകദേശം ഒരു 15 പേരോളം വരുന്ന ആളുകളാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുകയും അതേപോലെ തന്നെ വിളിച്ചു പറയുകയും ചെയ്തത്. അതിലൊത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മക്കളെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഈ 75 ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ഏകദേശം നമ്മുടെ ചാനലിൽ ഏകദേശം 29ഓളം ക്ലാസ്സുകൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, ഹോട്ട് ടോപ്പിക്സ്. കാരണം ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം 4ഓളം ടോപ്പിക്സ് ആണ് കവർ ആവുന്നത്. ഓക്കെ, ഒരു ഹിസ്റ്ററി ഉണ്ടാവും, ചിലപ്പോൾ ജോഗ്രഫി ഉണ്ടാവും, ചിലപ്പോൾ റെനൈസൻസ് ഉണ്ടാവും, ചിലപ്പോൾ സയൻസ് ഉണ്ടാവും. അങ്ങനെ 3-4 ടോപ്പിക്സുകൾ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ക്ലാസ് അവിടെ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ 21 PYQ ഡിസ്കഷൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അതായത് 2021 മുതൽ 24 വരെ ചോദിച്ച ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങളോട് കാണാനും അത് പഠിക്കാനായിട്ടും നമ്മുടെ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു ചോദ്യ പേപ്പറെങ്കിലും അല്ലെങ്കിൽ ഇത്രയെങ്കിലും പഠിച്ചാൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്ത്. അപ്പോൾ അതെങ്കിലും മൊത്തമായിട്ട് കണ്ട ഉദ്യോഗാർത്ഥിയാണെങ്കിലും അവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഓരോ പ്രാവശ്യവും PSC ഓരോ പാറ്റേൺ മാറ്റിയും അതേപോലെ തന്നെ ഓരോ തരം ചോദ്യങ്ങൾ വരുമ്പോഴും അന്നെല്ലാം ഉദ്യോഗാർത്ഥികളെ ഒട്ടും തന്നെ വട്ടം ചുറ്റിക്കാതെ അവർക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നത് എപ്പോഴും റാങ്ക് ഫയലും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 2021 മുതൽ 2024 വരെയുള്ള ചോദ്യ പേപ്പറുകൾ എടുത്തിട്ട് അതിൻ്റെ അകത്തെ 4 ഓപ്ഷൻസും ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ, നമ്മുടെ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എല്ലാ ക്ലാസ്സുകളും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ, നമ്മുടെ PYQ സീരീസിൻ്റെ ഒക്കെ ഡിസ്കഷനൊക്കെ പറയുന്നത് 6 മണിക്കൂർ, 5 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ വരുന്ന ക്ലാസ്സുകളാണ് ഓരോന്നും വരുന്നത്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് അത്രയും വലിയ ക്ലാസ്സുകൾ ചെയ്യുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചെറിയ ചെറിയ ക്ലാസ്സുകളും 20-25 മിനിറ്റുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കണ്ടുപോകുന്നതും അതേപോലെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നതും. അപ്പോൾ നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ക്ലാസ്സുകളും അത്രയും ലോങ് ലെങ്ത്തിലേക്ക് പോവാറുള്ളത്. അത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും കൂടിയാണ് ഞാൻ അതിൻ്റെ അടുത്ത് നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണെങ്കിലും നമ്മുടെ ഇപ്പോൾ ഈ ക്ലാസ്സുകൾ കണ്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത്, നിങ്ങൾക്കറിയാം
ഒരു ദിവസം പോലും നമ്മൾ ക്വസ്റ്റ്യൻ പോൾ ചെയ്യാത്തൊരു ദിവസം ഉണ്ടായിട്ടില്ല നമ്മുടെ ക്ലാസ്സിൽ. അതേപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ദിവസവും നിങ്ങൾക്ക് 1ഉം 2ഉം ക്ലാസ്സുകൾ വെച്ച് എപ്പോഴും നിങ്ങൾക്ക് വരാറുണ്ട്, മോട്ടിവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഓരോ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് വരുന്നതിൻ്റെ നോട്ട്സ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതേപോലെ 9 മണിക്ക് ക്വസ്റ്റ്യൻ പോലും അതൊരിക്കൽ പോലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മാറ്റി വയ്ക്കാറില്ല. അത് എത്രയൊക്കെ പ്രതിസന്ധികളാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓരോ ദിവസത്തെ ക്ലാസ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, അന്ന് ഡെയിലി ക്വസ്റ്റ്യൻസ് പോളിൽ നമ്മൾ ഇടുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് ഇടാറുള്ളത്. ഏകദേശം 20,000-ഓളം ചോദ്യങ്ങളിൽ കൂടുതൽ എന്ത് ചെയ്തേണ്ടത് നമ്മുടെ ആ ക്വസ്റ്റ്യൻ പോളിലായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടെലഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി പോയാൽ മതി. ഡേ 1 എന്ന് പറയുന്ന ഒരു ഡേയിലെ ക്ലാസ് അല്ലെങ്കിൽ അന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് ഏറ്റവും റീസെൻ്റ് ആയിട്ട് LDC തിരുവനന്തപുരം ജില്ലയുടെ ചോദിച്ചപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ചിന്തകന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റൂസോ, അതേപോലെ തന്നെ വോൾട്ടയർ, മോണ്ടസ്ക്യൂ, അതിൻ്റെ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് മക്കളെ. അതായത് നിയമങ്ങളുടെ അന്തസത്ത എന്ന് പറയുന്ന ഈ ഒരു കൃതി ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മോണ്ടസ്ക്യൂവിൻ്റെ കൃതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വരച്ചൊക്കെ കാണിക്കുന്നുണ്ട്, അതേപോലെ നോട്ടിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അത്രത്തോളം ഡീപ്പായിട്ട് തന്നെ പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് ഓരോ നോട്ട്സും ഓരോ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഓക്കെ, ഏറ്റവും റീസെൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 88ഓളം ചോദ്യങ്ങളാണ് റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയത്. അതേപോലെ തന്നെ എന്താണ്, അതിപ്പോൾ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ടാലൻറ്റിൻ്റെ റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കരിയർ ഗൈഡൻസ്, ബെസ്റ്റ്, എല്ലാം നല്ല റാങ്ക് ഫയലുകളാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് മക്കളെ റാങ്ക് ഫയൽ തന്നെയാണ്. എപ്പോൾ നോക്കുമ്പോഴും അല്ലെങ്കിൽ എപ്പോൾ ഏത് സമയത്ത് നമുക്ക് എന്താണ് ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡൗട്ട് എടുത്ത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ കറണ്ട് ഇല്ല, നെറ്റ് ഇല്ല, ഫോണിൽ ചാർജ് ഇല്ല എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറയുന്ന റാങ്ക് ഫയൽ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ പഠനം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ്, ഏറ്റവും അത്യാവശ്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടിരുന്ന് പഠിക്കുമ്പോൾ ആ പഠനം നമ്മളെ കൊണ്ടുപോയി നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് റാങ്ക് ഫയൽ എന്ന് പറയുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആക്കി തന്നത് ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. 2021 മുതൽ 24 വരെ ചോദിച്ച ചോദ്യങ്ങളുടെ ഏറ്റവും അതിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺക്ലൂഷനിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് എവിടെ നിന്നാണോ വന്നത് ആ ടോപ്പിക്സാണ് നമ്മൾ 75 ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ഉൾപ്പെടുത്തിയത്. അത് ഓരോന്നും നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകളും നമ്മൾ കണ്ട് ഇന്നത്തെ ഈ പറയുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ചോദ്യങ്ങളാണ് ഓരോ ക്ലാസ്സുകളിൽ നിന്നും നമ്മുടെ ഈ പറയുന്ന എക്സാമിൽ വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിന് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ക്ലാസ്സും നമ്മുടെ ആ നോട്ട്സും മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് ഹോട്ട് ടോപ്പിക്സിൻ്റെ ഏകദേശം 29ഓളം ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തേക്കുന്നത്. PYQ സീരീസ് 20 ഉണ്ട്, കറണ്ട് അഫയേഴ്സിന് 30. കറണ്ട് അഫയേഴ്സ് ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് അന്നും പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുള്ളത്. ഓരോ ജില്ലകളിലെയും കറണ്ട് അഫയേഴ്സ് എടുത്ത് ആ കറണ്ട് അഫയേഴ്സ് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യും, അടുത്തതാണ് നമ്മൾ സ്റ്റേറ്റ് വൈഡ് കറണ്ട് അഫയേഴ്സ്. 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസിൻ്റെയും കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഓരോ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ അങ്ങനെ തന്നെയുള്ളൊരു നോട്ട് ഞാൻ ഒരിക്കലും അതിൻ്റെ അകത്ത് എന്തൊക്കെയാണോ നമ്മൾ പറഞ്ഞേക്കുന്നത് അതെല്ലാം ആ ക്ലാസ്സിലെ നോട്ടിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 15ഉം 16ഉം പേജസൊക്കെ വരുന്ന നോട്ട്സാണ് നമ്മുടെ വരാറുള്ളത്. അതിൻ്റെ അകത്തൊന്നും ഒരു കള്ളവും അല്ലെങ്കിൽ ഒരു കൃത്രിമവും ഞാൻ കാട്ടിയിട്ടില്ല. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണ്. കാരണം ഒത്തിരി പേര് നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു സാറേ അതിന് വേണ്ടിയിട്ട്, അതായത് ഹോട്ട് ടോപ്പിക്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ബുക്ക്ലെറ്റ് ഇറക്കാമോ എന്ന്. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ആ ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഓരോന്നും എനിക്ക് എടുത്ത് കാണിച്ച് തരാനായിട്ട് പറ്റും. അത് കാണിച്ച് തന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് അതൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പുതിയൊരു ആപ്ലിക്കേഷനോ അതേപോലെ തന്നെ പുതിയൊരു ആപ്ലിക്കേഷൻ എന്താണ് നിലവിൽ തുടങ്ങാനോ അങ്ങനെയൊന്നും നമ്മൾ പ്ലാനില്ല. നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഫ്രീ ക്ലാസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രീ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് എന്താണ് ആരും അതിൻ്റേതായ ഒരു വിലയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഒരു 60 മാർക്കിന് മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു 65 മാർക്കെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സ് PYQ സീരീസ് കറണ്ട് അഫയേഴ്സും പ്രോപ്പറായിട്ടാണ് പഠിച്ചു പോയൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയാണ് നിങ്ങൾ ആ ഒരു മാർക്കിലേക്ക് LDC തിരുവനന്തപുരത്തിൽ നിങ്ങൾ എത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. അപ്പോൾ എത്ര മാർക്ക് കിട്ടി എന്ന് ചോദിച്ച ഉദ്യോഗാർത്ഥികളുടെ അടുക്ക് എനിക്ക് പറയാനുള്ളത് 75 ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും,
75 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ PDF ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെലഗ്രാം ചാനലിൽ കിടക്കുന്നുണ്ട്. ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ക്ലാസ് തുടങ്ങിയ അന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കുന്നതാണ്, ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സിൻ്റെ ഓരോന്നും ഏതാണെന്നുള്ളത് ഞാൻ അത് നിങ്ങൾക്ക് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മാത്രമാണ് ഈ പറയുന്ന എന്താണ് ടൈപ്പ് ചെയ്യാനുള്ളൂ, വീഡിയോ എടുക്കാനുള്ളൂ, വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൂ, അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഇത് നമ്മളൊരു ടീമായിട്ടൊക്കെ ഒരു 10ഉം 15ഉം പേരായിട്ടുള്ള ഒരു വിങ് ഒക്കെ ആണെങ്കിൽ നമുക്കിതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ടെലഗ്രാം ചാനൽ നമുക്കുണ്ട്, അതേപോലെ തന്നെ ഇതെല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വലിയൊരു വിങ്ങിൻ്റെ ഒരു ഇതാണ് നമ്മൾ തന്നെയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോരായ്മകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോ വീഡിയോ എടുത്ത് അതിൻ്റെ അകത്ത് വന്നേക്കണ ചോദ്യങ്ങളൊന്നും എനിക്കെടുത്ത് ഇടാനായിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി സമയം അതിന് വേണ്ടി പോകും. അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഞാനത് ഓരോന്നും വീഡിയോ എടുത്ത് പിന്നെ നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളത് ചെയ്തിട്ട് നാളെ നിങ്ങളെ ഞാൻ പുതിയൊരു ആപ്ലിക്കേഷനിലേക്ക് എന്താണ് ഒരു പാക്കേജിലേക്ക് ക്ഷണിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അതായത് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് എൻ്റേതായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ വേണം. ഞാൻ എങ്ങനെയാണോ പഠിച്ചത്, ഞാൻ ലിസ്റ്റുകളിൽ വന്നത്, അതേപോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെ വരാനായിട്ട് പറ്റണം. അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഉള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല. അതേപോലെ തന്നെ പഠിക്കാനായിട്ട് അവസരം കിട്ടാത്ത ആളുകൾ, അതായത് ഈ പറയുന്ന അവർക്ക് എപ്പോഴും ഇതിൻ്റെ വേണ്ടിയിട്ട്, കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ PSC പഠനം എന്ന് പറയുന്നത് ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ ജോലി കിട്ടിപ്പോയില്ലെങ്കിൽ പിന്നെ ഇതൊരു തരം എന്താണ് ഒരു കഞ്ചാവിനൊക്കെ നമ്മൾ അഡിക്റ്റ് ആവണു എന്ന് പറഞ്ഞ ലെവലിലേക്ക് അത്രത്തോളം ഇതിലേക്ക് നമ്മൾ ഇഴകിച്ചേരേണ്ട അവസ്ഥയിലേക്ക് എത്തും. കാരണം ട്രാക്കിൽ വന്നൊരു ഉദ്യോഗാർത്ഥി പെട്ടെന്ന് ജോലി കിട്ടി പോകുമ്പോൾ അവൻ ഓക്കെയാണ്. ഇനി ജോലി കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. ഒന്നുകിൽ നമുക്ക് ഏജ് ഓവർ ആവണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ജോലി കിട്ടണം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ PSC എന്ന് പറയുന്ന ആ ഒരു മായാവലയത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും നമ്മുടെ കൂടെ പഠിച്ച ഒരാൾക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ അഡ്വൈസ് വന്നു എന്നുള്ള വാർത്ത അവൻ നമ്മുടെ അടുത്ത് വിളിച്ചു പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യരാണ്, നമുക്കും തോന്നും എന്ത് അടുത്തൊരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നുള്ളത്. അപ്പോഴും നമ്മുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വർഷം ഇരുന്ന് പഠിച്ച ഉദ്യോഗാർത്ഥിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കുറച്ച് നാളത്തേക്ക് ഇനി പഠനം നിർത്തി, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എക്സാം എഴുതിയപ്പോൾ ലിസ്റ്റിൽ വന്നില്ല, അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ജോലിക്ക് കയറി, അല്ലെങ്കിൽ അവൻ ലിസ്റ്റിൽ വന്നു ഞാൻ വന്നില്ല എന്നുള്ള ആ ഒരു ഒറ്റ കോംപ്ലക്സിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠനം എന്ന് പറയുന്നത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് വല്ല പ്രൈവറ്റ് ഫേമിലൊക്കെ ജോലിക്ക് പോകുന്നത്. അന്നോടുകൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, അത്രയും നാളും ഉണ്ടാക്കിയെടുത്ത എല്ലാ റേഞ്ചും അല്ലെങ്കിൽ അതുവരെയും പഠിച്ചെടുത്ത എല്ലാ കാര്യങ്ങളും അതോടുകൂടി എന്ത് ചെയ്യുകയാണ്, അവസാനിക്കുകയാണ്. പിന്നീട് നമ്മൾ ഒരു പുതിയ ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു പുതിയ കുട്ടി എങ്ങനെയാണോ നടക്കാൻ പഠിക്കുന്നത് എന്നതുപോലെ തന്നെ വീണ്ടും നമുക്ക് ആദ്യം മുതൽ പഠിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. കാരണം എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഓരോ തവണയും നിങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ച മറ്റൊന്നുമല്ല, അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ അടുത്ത LDCക്ക് വേണ്ടിയിട്ട് ഉള്ള ജില്ലക്കാരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി നിന്നപ്പോൾ ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 2-3 മണിക്കൂറത്തേക്കൊക്കെ വരുന്ന വീഡിയോ ആയിരിക്കും ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് പറഞ്ഞു, ഒത്തിരി സ്നേഹത്തോടു കൂടി നമ്മളെ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആളുകൾ അവർ പറഞ്ഞു സാർ ഒന്ന് ചെയ്യാമോ എന്നുള്ളത്. പക്ഷെ 4 ഓപ്ഷൻ ഞാനത് ചെയ്യുമ്പോൾ ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂറത്തേക്ക് പോകും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന 100 ചോദ്യങ്ങളും എടുത്ത് ആ 100 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും മാത്സ് ഒഴികെ ബാക്കിയെല്ലാം. അപ്പോൾ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കേൾക്കുകയോ അല്ലെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ 4 ഓപ്ഷൻസ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് മതി നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കാനായിട്ട്. കാരണം നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യുക, നേരെ ഒന്ന് ഗൂഗിൾ ചെയ്യാനെങ്കിലും ശ്രമിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഈ പറയുന്ന ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള ദിവസം, അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ്, ഇനിയുള്ള ജില്ലക്കാർ അങ്ങനെ തന്നെ ഇരുന്ന് പഠിക്കുക. 4 ഓപ്ഷനും ഇരുന്ന് ഈ പറയുന്ന തിരുവനന്തപുരം LDC 4 ഓപ്ഷൻ പഠിക്കുക. അതേപോലെ തന്നെ പറ്റുമെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, കാരണം അത്രയധികം ചോദ്യങ്ങളാണ് ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സ് നിന്ന് വന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഞാൻ ഒരിക്കലും എൻ്റെ പ്ലേലിസ്റ്റ് ഇരുന്ന് കാണാനോ അങ്ങനെ ഒന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. ആ ടോപ്പിക്സ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ടെലഗ്രാമിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട്സ് കിട്ടും. ആ നോട്ട്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങളെല്ലാം പഠിച്ച് ഇപ്പോൾ നിങ്ങൾ പല ആപ്ലിക്കേഷനുകളിൽ പഠിക്കണ്ടാവും. അതേപോലെ തന്നെ എന്താണ്, നിങ്ങൾ ഈ പറയുന്ന
ഓഫ്ലൈൻ സെൻറ്ററുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിച്ചോ. അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് 1 മണിക്കൂറെങ്കിലും നമ്മുടെ ഈ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട്, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, അതിലേക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 50 മാർക്കെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് മര്യാദയ്ക്ക് പഠിച്ചു പോയി കഴിഞ്ഞാൽ 50, 55, 60 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും പറയില്ല ബാക്കിയൊന്നും, എല്ലാ ക്ലാസ്സുകളും നല്ലതാണ്, എല്ലാ അധ്യാപകരുടെ ക്ലാസ്സുകളും എല്ലാം നമുക്ക് പഠിച്ചെന്ത് ചെയ്യണം, നമുക്കൊരു ജോലി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്ത് വഴിയും നമുക്ക് സ്വീകരിക്കാം. ഓക്കെ, അപ്പോൾ അത് ഇഷ്ടം പോലെ നമ്മുടെ ഒത്തിരി എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, ചാനലുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതേപോലെ ആപ്ലിക്കേഷനിലുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട്, ഒറ്റയ്ക്ക് 1 മണിക്കൂറാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിലേക്ക് വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുക. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. ക്ലാസ് കണ്ടതിന് ശേഷം നേരെ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ പോവുക. അതിൻ്റെ അകത്ത് ഫയൽസിൽ നമ്മുടെ എന്താണ് ഈ പറയുന്ന ഓരോ ടോപ്പിക്സിൻ്റെ നോട്ട്സ് ഉണ്ടാവും, അതുകൂടി ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ WPS ഓഫീസ് എന്ന് പറയുന്ന ഓഫീസ് സൂട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയി എന്ന് വരില്ല, കാരണം നമ്മുടെ എല്ലാം വേർഡിൻ്റെ PDF ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം, കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ ടെലഗ്രാമിൽ ഒന്ന് കയറാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി എത്ര ചോദ്യങ്ങളാണ് നമ്മുടെ ഈ കഴിഞ്ഞ എക്സാമിന് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാത്ത, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഈ പറയുന്ന ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നമ്മളൊരു പെയ്ഡ് കോഴ്സോ ഇതൊന്നും നമ്മൾ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം ഒന്നും ചെയ്യാത്തത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനിയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന നമ്മുടെ LDC ട്രിവാൻഡ്രത്തെ 4 ഓപ്ഷനും എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ അതിൻ്റെ വേണമെങ്കിൽ ഒരു സാമ്പിൾ വീഡിയോ ഏറ്റവും റീസെൻ്റ് ആയിട്ട് തന്നെ ഇടാം, എങ്ങനെയാണ് നമ്മൾ ഇനി ആ ഓരോ ക്വസ്റ്റ്യൻസും നോക്കി പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.